ഹലോ ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദേവൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്ഷേത്ര ദർശനം. അപ്പോൾ എവിടെയാണെന്നുള്ളത് ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ സാധാരണ പോലെ തന്നെ ഇന്നും അന്തരീക്ഷം വളരെ മോശമായിട്ട് നിൽക്കുകയാണ്. കുറച്ച് ദിവസം കൊണ്ടേ നമുക്ക് നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ ഇന്നും നല്ല മോശപ്പെട്ട് കിടക്കുകയാണ് അന്തരീക്ഷം. അപ്പോൾ എങ്കിൽ പോലും നമ്മുടെ യാത്രയൊന്നും മുടക്കുന്നില്ല. അപ്പോൾ എൻ്റെ തക്രക്കുട്ടൻ ഒരുങ്ങി നിൽക്കുകയാണ് പോകാനായിട്ട്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളെങ്ങോട്ട് പോകുന്നത്? അമ്പലത്തിൽ പോവാണ്. അപ്പോൾ എന്താ, അമ്മ റെഡിയായി നിൽക്കുന്നു. ഒന്നും പറയാനില്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഇത് നമ്മൾ പോകുന്നത് എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒരുങ്ങാൻ ഒട്ടും സമയം വേണ്ടാത്ത ഒരാളുണ്ട് കേട്ടോ. ശകലവും സമയം വേണ്ടാത്ത ഒരാളുണ്ട്. ആണിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഓക്കെ, എൻ്റെ അച്ഛനാണ് കേട്ടോ. ഇത് അച്ഛൻ മരിച്ചിട്ട് 2 വർഷം ആവാൻ പോകുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ തീരാന്ന് പറയാം. അച്ഛൻ്റെ വേർക്കാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര പ്രയാസമാണ്. നമുക്ക് മാത്രം എല്ലാവരും ആയിരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അച്ഛനെ ഒന്ന് കാണിക്കണമെന്ന്, പക്ഷേ പറ്റിയില്ല. അപ്പോൾ പോട്ടെ, ഒട്ടും സമയം വേണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. എന്നാണ് നല്ല നടക്കും. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറായിട്ടോ ശരിയാവത്തില്ല കേട്ടോ. രാവിലെയൊക്കെ എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. സ്കൂളിൽ പോകാണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഒരു അമ്പലത്തിൽ പോക്കൊക്കെ പ്ലാൻ ചെയ്തത്. എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ പുറകാലം ഉണ്ടാവും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എവിടെയാണ് പോകുന്നത് നമ്മൾ കാണിക്കുന്നതായി പറയും, കാണിക്കും. ബാക്കി വീഡിയോസുകളെല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ വണ്ടി വരാനാവുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ പോകുന്നൊരു വണ്ടിയുണ്ട്. നമ്മൾ കൊട്ടാരത്തിൽ തന്നെ നമ്മുടെ ഒരു കുട്ടികൾ വണ്ടിയിൽ നിന്ന് വരും. അത് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്, ശ്രീ കല്ലയിൽ അപ്പൂപ്പൻ്റെ ക്ഷേത്രം. അപ്പോൾ അറിയാത്തതായിട്ട് ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അറിയാത്തവർക്കായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ആചാര രീതികളും എന്താണെന്നൊക്കെ നമുക്കത് നോക്കാം. ഫസ്റ്റ് ഇവിടെ ക്ഷേത്രത്തിലെ നേർച്ചയുള്ള കോഴികളാണ്. ഇവിടെ ഈ കോഴികൾ കൂടുതൽ സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലെ നേർച്ച കോഴിയുണ്ട്. അപ്പോൾ ഇതിന് താഴെ ആറാണ്. നമുക്കിന്ന് ഇവിടുന്ന് നേരെ പോകുന്നത് അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നമുക്കിനി ക്ഷേത്ര രീതികളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, മലമേലെ എന്റെ സന്നിധാനം, ഇങ്ങിവിടെ താഴ്വരയിൽ എന്നേകാന്ത സഞ്ചാരം. ശരണം ശരണം എന്റെ സ്വാമി, എന്റെ വിളിയൊന്നു കേൾക്കെന്റെ സ്വാമി. ഇരുമുടിയേൽക്കൂ സ്വാമി, എന്റെ പാദങ്ങൾ നോവുകയല്ലോ. കാടിന്നിരുൾ മുടിയാകെ മലങ്കാറ്റേ തുലയുകയാ. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിൽ വളരെ ഭംഗിയുള്ള കുറേ വിഗ്രഹങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ കുറേ വിഗ്രഹങ്ങൾ നമുക്കിവിടെയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം.
ഇതാണ് ഈ ക്ഷേത്രത്തിലെ അന്നദാനപ്പുര, ഊട്ടുപുര. കുറേ ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇവിടുത്തെ ഊട്ടുപുര. ഞങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമുള്ള വീഡിയോസാണേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ തൊഴിൽ കഴിഞ്ഞ് ഞങ്ങൾ അന്നദാനമൊക്കെ കഴിച്ചു. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടിയുണ്ട്, പൊങ്കാലയാണ്. എല്ലാ ദിവസവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടെ പൊങ്കാല കാണാറുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പോവാം തൊഴിൽ കഴിഞ്ഞ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിറങ്ങുന്നേ.